IPL 18-ാം സീസണിൽ ഇന്നലെ ആവേശകരമായ ഒരു സൺഡേയാണ് കഴിഞ്ഞുപോയത്. മികച്ച 2 പോരാട്ടങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ആദ്യ മത്സരം വെട്ടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് നിറഞ്ഞു നിന്ന റൺസ് മഴ തന്നെ പെയ്ത ആദ്യ മത്സരം. രണ്ടാം മത്സരത്തിൽ ചാമ്പ്യൻ ടീമുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ മികച്ച പോരാട്ടം നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു വിജയം. അതുപോലെ ഇന്ന് നടക്കുന്ന മത്സരവും സൂപ്പർ പോരാട്ടമായിരിക്കും നാം ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് ആർക്കും വേണ്ട. ലക്നൗ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം തീർച്ചയായിട്ടും മികച്ച ഒരു പോരാട്ടം തന്നെയായിരിക്കും. കാരണം ടീം മാനേജ്മെൻറ്റ് തമ്മിലുള്ള ഒരു പോരാട്ടമായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ഡൽഹിയിലെ ക്യാപ്റ്റനായിരുന്ന ഋഷഭ് പന്ത് ഇന്ന് കളിക്കുന്നത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റനായിട്ടാണെങ്കിൽ, മറുവശത്ത് ലക്നൗവിൻ്റെ ക്യാപ്റ്റനായിരുന്ന രാഹുൽ ഇപ്രാവശ്യം തീർച്ചയായിട്ടും കളിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ്. ക്യാപ്റ്റൻ അല്ലെങ്കിലും തീർച്ചയായിട്ടും കിട്ടിയ ക്യാപ്റ്റൻസി വേണ്ടെന്ന് വെച്ച് ടീമിന് വേണ്ടി കഷ്ടപ്പെടാൻ തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ് KL രാഹുൽ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മത്സരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇരു ടീമുകളും തമ്മിൽ മികച്ച പോരാട്ടം തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണികൾ കാഴ്ചവെക്കാൻ പോകുന്ന എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. കാരണം ഇരു ടീമുകളും ശക്തമായ ടീം തന്നെയാണ്. അധികം എല്ലാവരും വാഴ്ത്തപ്പെടാത്ത ഒരുപാട് താരങ്ങളുള്ള സൂപ്പർ താരങ്ങളുള്ള ടീം തന്നെയാണ് ഇരു ടീമുകളിലും അണിനിരക്കുന്നത്. അത് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായിക്കോട്ടെ, തികച്ചും വ്യത്യസ്തമായ 2 ടീമുകളാണ് ഈ ഒരു സീസണിൽ ഈ ലക്നൗ സൂപ്പർ ജയൻസും ഡൽഹി ക്യാപിറ്റൽസും. ഡൽഹിയെ നയിക്കുന്നത് അക്ഷർ പട്ടേൽ ആണെങ്കിൽ ഋഷഭ് പന്ത്, പഴയ ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് ലക്നൗ സൂപ്പർ ജയൻസിനെ നയിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മത്സരത്തിലെ സാധ്യതകളൊന്ന് പരിശോധിച്ച് വരാം. ഡൽഹിയെ സംബന്ധിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ബാറ്റിംഗ് കരുത്താകാൻ പോകുന്നത് RCBയിൽ നിന്നും ഡൽഹി ടീമിലെത്തിച്ച ഡുപ്ലസിയും, ഒപ്പം കഴിഞ്ഞ സീസണിലെ ഡൽഹിയുടെ മികച്ച ബാറ്റിംഗ് വെടിക്കെട്ട് കാഴ്ചവെച്ച ജേക്ക് ഫ്രാഷ് മക്വാർക്കും തന്നെയാണ്. ഇരുവരും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകൾ തീർച്ചയായിട്ടും റൺമല തീർക്കാൻ ഉതകുന്ന കളിക്കാർ തന്നെയാണ് എന്നതിനാൽ ഡൽഹി ടീമിന് ഓപ്പണിങ്ങിൽ വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. പിന്നീടുള്ള സ്ഥാനങ്ങളിൽ KL രാഹുൽ, അഭിഷേക് പോറൽ, ക്രിസ്റ്റൻ സ്റ്റബ്സ്, അക്ഷർ പട്ടേൽ, കരുൺ നായർ എന്നിവരും ടീമിൽ കൂടി ചേരുമ്പോൾ മികച്ച റൺമല തീർക്കാൻ ഡൽഹിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ തർക്കവുമില്ല. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽഹിയുടെ സ്പിൻ ബോളിംഗ് നിരയിൽ കുൽദീപ് യാദവും അക്ഷർ പട്ടേലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ ഉതകുന്ന ഇന്ത്യൻ കളിക്കാർ തന്നെയാണെന്നതിനാൽ ഡൽഹിയെ സംബന്ധിച്ച് ബോളിങ്ങിലും വലിയ പ്രതിസന്ധി ഉണ്ടാകാനിടയില്ല. ഫാസ്റ്റ് ബോളിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ വലിയ ലേലത്തുകയ്ക്ക് കൊൽക്കത്ത സ്വന്തമാക്കിയ മിച്ചൽ സ്റ്റാർക്കിനെ ഈ പ്രാവശ്യം ഡൽഹി തിരിച്ചു പിടിച്ചപ്പോൾ തീർച്ചയായിട്ടും ഡൽഹിക്ക് മിച്ചൽ സ്റ്റാർക്ക് അവിഭാജ്യ ഘടകമായി തീരും. മിച്ചൽ സ്റ്റാർക്കിനൊപ്പം മോഹിത് ശർമ്മയും ദുഷ്മന്ത ചമീരയും നടരാജനും മുകേഷ് കുമാറും അണിനിരക്കുമ്പോൾ